إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സ്രഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ മഹനീയമായ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രപഞ്ചത്തിന് ഒരു അന്ത്യമുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട ജീവികളായ സൃഷ്ടികളായ മനുഷ്യരാശിയിൽപ്പെട്ട നമുക്കും ഒരു അവസാനമുണ്ട്. ആ അന്ത്യത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ശേഷം അവൻ്റെ മഹ്ശറയിൽ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അത് വിലയിരുത്തുകയും അതിനുശേഷം അതിൻ്റെ വിധി, നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനുള്ള പ്രതിഫലവും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലവും വിധിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹ്ശറയിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അവിടെ വെച്ച് ആർക്കാണോ തൻ്റെ വലത് കൈയിലൂടെ തൻ്റെ രേഖ, ആ ഗ്രന്ഥം ലഭിക്കുന്നത്, അവന് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ഏറ്റവും വലിയ കാരുണ്യമായ ആ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവേശിപ്പിക്കുകയും അവിടെ അവനെ നിത്യവാസിയായിക്കൊണ്ട് ശാശ്വതനാക്കിക്കൊണ്ട് ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളിൽ മുഴുകാൻ ആ മനുഷ്യനെ വിടുകയും ചെയ്യും. എന്നാൽ ആർക്കാണോ ഇടത് കൈയിൽ അവൻ്റെ രേഖ കിട്ടിയത്, ഗ്രന്ഥം ലഭിച്ചത്, അവന് അള്ളാഹുവിൻ്റെ കോപമായ, ശാപമായ, നിന്ദ്യതയായ ആ നരകം അവന് നൽകുകയും അവിടെ അവൻ ആ ദുരിതപൂർണമായ ജീവിതം ശാശ്വതനായിക്കൊണ്ട് തന്നെ കാലാകാലം അവൻ അനുഭവിക്കുകയും ചെയ്യും. ഇങ്ങനെ സ്വർഗനരകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല വിഭജിച്ചതിന് ശേഷം സ്വർഗവാസികളായ ആളുകൾ അതുപോലെ തന്നെ നരകവാസികളായ ആളുകളും
പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്വർഗവാസികളായ ആളുകൾ നരകവാസികളായ ആളുകളെ കാണുകയും ആ ആളുകളിൽ തൻ്റെ ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാർ, ഉമ്മ, ഉപ്പ തുടങ്ങിയ തനിക്ക് പരിചയക്കാരായ ഒരുപാട് ആളുകളെ കാണുകയും ആ ആളുകളെ കണ്ട ആശ്ചര്യത്തിൽ ആ സ്വർഗവാസിയായ ആൾ ആ നരകവാസിയായ ആളിനോട് ചോദിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. മാ സലക്കക്കും ഫീ സഖർ. ആ സ്വർഗവാസികളായ ആളുകൾ ആ മനുഷ്യരോട് ചോദിക്കുന്ന തൻ്റെ പരിചയക്കാരായ ബന്ധുമിത്രാദികളോട്, ഉമ്മയോട്, ഉപ്പയോട്, മക്കളോട്, തൻ്റെ അയൽവാസികളോട്, തനിക്ക് പരിചയമുള്ള ആ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാ സലക്കക്കും ഫീ സഖർ. എന്ത് കാരണത്താലാണ് നിന്നെ ഈ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവേശിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ അതേ അവസരങ്ങൾ, അതേ ആയുസ് നിനക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് ആ അവസരങ്ങൾ കിട്ടിയിട്ടും നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് നൽകിയ അവസരങ്ങളെ മുതലെടുത്തുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് നൽകിയ ആയുസ് മുതലെടുത്തുകൊണ്ട് നിനക്കും എന്നെ പോലെ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമായിരുന്നു. പിന്നെ എന്ത് കാരണത്താലാണ് ഇത്രയേറെ അവസരങ്ങൾ നിനക്ക് മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇട്ടു തന്നിട്ടും, ഇത്രയേ ആയുസ് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടും പിന്നെ എന്ത് കാരണത്താലാണ് നീ ഈ സഖറിൽ കടന്ന് എരിയുന്നത് എന്ന് ആ സ്വർഗവാസികളായ ആളുകൾ ആ നരകവാസികളോട് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന ചോദ്യത്തിന് നരകാവകാശികളായ സഖറിൽ കടന്നെരിയപ്പെടുന്ന ആ ആളുകൾ നൽകുന്ന ഉത്തരമുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നടക്കാൻ പോകുന്ന ഒരു മഹാസത്യം നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുമ്പോൾ നമ്മൾ എന്നും ഓതുന്ന, നമ്മൾ ദിനേന ഓതുന്ന, നമ്മൾക്ക് പരിചയമുള്ള ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുമ്പോൾ നമ്മൾ എത്ര പേർ ഈ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. 4 കാര്യങ്ങൾ തങ്ങൾ നരകത്തിൽ അകപ്പെടാൻ, തങ്ങൾ സ്വർഗത്തിൽ നിന്ന് തടയപ്പെടാനുള്ള 4 കാരണങ്ങൾ ആ നരകവാസികളായ സഖറിൽ എരിഞ്ഞടങ്ങുന്ന ആ ആളുകൾ ആ സ്വർഗവാസികളായ ആളുകളോട് പറയുന്ന 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് ഈ ഖുതുബയ്ക്ക് ശേഷം നമ്മളെല്ലാവരും പരിശോധിച്ച് നോക്കേണ്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത ഒരു വിപത്തായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തുടരുകയാണ് എങ്കിൽ നമ്മളെല്ലാവരും ഈ നഷ്ടക്കാരായ നാളെ സഖറിൽ കടന്നൊരിയുന്ന ഈ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എന്നുള്ള മുന്നറിയിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുദ്ദസിറിലൂടെ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ അറിയിപ്പ് എന്നുള്ളത്. ആ ആളുകൾ നൽകുന്ന ഒന്നാമത്തെ മറുപടി എന്ന് പറയുന്നത് ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് നിർബന്ധമായും നിങ്ങൾ നമസ്കരിക്കണമെന്ന് ഞങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് പറഞ്ഞിരുന്നു. ജീവിതത്തിൽ ഏത് അവസരങ്ങളിലും ഏത് അവസ്ഥയിലും നീ നമസ്കാരം ഉപേക്ഷിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ ഞങ്ങളുടെ വീടുകളിൽ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും ഫങ്ഷൻസ് ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ യാത്രാവേളയിലാകുമ്പോൾ, ടൂർ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളിൽ മുഴുകുമ്പോൾ ഞങ്ങൾ ഈ നമസ്കാരത്തെ അല്ലാഹു നിർബന്ധമാക്കിക്കൊണ്ട് ഞങ്ങളിലേക്ക് ഇറക്കിയ ആ നമസ്കാരത്തെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയ ആ നമസ്കാരത്തെ ഞങ്ങൾ അവഗണിക്കുകയും ആ നമസ്കാരത്തോട് ഞങ്ങൾ ഒരു ഇഷ്ടത്തോടെയുള്ള ഒരു സമീപനം സ്വീകരിക്കാതിരിക്കുകയും അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവർ നൽകുന്ന ഒന്നാമത്തെ മറുപടി. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ വീടുകളിൽ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ ആ കല്യാണം ഉണ്ടാകുന്ന വേളയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ലാസ്റ്റ് ആ ഗൃഹനാഥനായ ആൾ അവിടെ കൂടിയിരിക്കുന്ന തൻ്റെ ബന്ധുമിത്രാദികളോടോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോടോ പറയുന്ന ഒരു വാക്യമുണ്ട്: എല്ലാം കഴിഞ്ഞു, എല്ലാം ഭംഗിയായി അവസാനിച്ചു, പന്തൽക്കാർക്കുള്ള പൈസ നൽകി, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ആളുകൾക്ക് അതിൻ്റെ പണം നൽകി, അങ്ങനെ വാഹനത്തിൻ്റെ ആളുകൾക്ക്, ആ ട്രാൻസ്പോർട്ടേഷൻ്റെ ആളുകൾക്ക് എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പണം നൽകി, എല്ലാം കഴിഞ്ഞു, ഭംഗിയായിട്ട് കടമില്ലാതെ എല്ലാം അവസാനിച്ചു.
അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ളുഹർ നമസ്കരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ അസ്ർ നമസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ അതിന് അതും ഞാൻ നമസ്കരിച്ചു എന്നുള്ള ഉത്തരമാണ് എങ്കിൽ ആ ഫംഗ്ഷനിൽ അവർ നമ്മളോട് ചോദിക്കുന്ന ആ ചോദ്യത്തിന് നമ്മൾ അതേ എന്നാണ്, ഞാൻ നമസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തരമാണ് നമ്മൾ നൽകുന്നത് എങ്കിൽ അവിടെ നമ്മൾ വിജയിച്ചു. അതല്ല, ഇങ്ങനെയുള്ള ആഘോഷവേളകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ നമ്മൾ നമ്മുടെ നമസ്കാരത്തെ അവഗണിച്ച് കളയുകയാണ് എങ്കിൽ നമ്മൾ നഷ്ടക്കാരായ ആളുകളിൽ ഉൾപ്പെടും എന്നുള്ള മുന്നറിയിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുന്നത്. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊത്ത് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെലവഴിക്കുന്ന സമയത്ത് ഹയ്യ അലൽ സ്വലാത്ത്, ഹയ്യ അലൽ ഫലാ എന്ന് അള്ളാഹുവിൻ്റെ വിളി നമ്മൾ കേൾക്കാറുണ്ട്. ആ വിളിക്ക് നമസ്കാരത്തിലേക്ക് വരുവിൻ, വിജയത്തിലേക്ക്, ആ നമസ്കാരത്തിലൂടെ നാളെ പരലോക വിജയത്തിലേക്ക് വരുവിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിക്കുമ്പോൾ ആ വിജയത്തിലേക്കുള്ള വഴി നമ്മൾ അടക്കുകയാണ് എങ്കിൽ അവിടെ ആ നമസ്കാരത്തിന് ഒരു തുലോം പ്രാധാന്യം നൽകാതെ അവഗണനയോടുകൂടിയാണ് നമ്മൾ അതിനെ സമീപിക്കുന്നത് എങ്കിൽ നമ്മൾ നഷ്ടക്കാരായ ആളുകളിൽ ഉൾപ്പെടും എന്നുള്ള മുന്നറിയിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ നമസ്കാരം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. നമ്മൾ യാത്രയിൽ പോവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാകാരുണ്യവാനാണ്. അവൻ്റെ കാരുണ്യത്തെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാനിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജംഅ ഖസ്ർ എന്നീ രണ്ട് ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആ ഇളവനുസരിച്ച് നമുക്ക് നമസ്കരിക്കാം. നമ്മൾ രോഗിയാണെങ്കിൽ നമുക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ നിൽക്കണ്ട, നീ ഇരുന്ന് നമസ്കരിച്ചാൽ മതി. നീ ഇരുന്ന് നമസ്കരിക്കാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നീ കിടന്ന് നമസ്കരിച്ചോ. അതിനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ബോധമുണ്ടെങ്കിൽ നീ നിൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് വേണ്ടി നന്ദി കാണിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾ ആ നമസ്കാരത്തോട് അവഗണനയാണ് കാട്ടുന്നത് എങ്കിൽ നമ്മൾ നോക്കുക, അതിലെ ഓരോ പ്രാർത്ഥനകൾ, ആ നമസ്കാരത്തിലെ ഓരോ പ്രാർത്ഥനകൾ അർത്ഥം വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതിന് വേണ്ടി, ഈ ഇഹലോകത്തെ ജീവിതം സുന്ദരമാക്കുന്നതിന് വേണ്ടി, റിസ്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഓരോ പ്രാർത്ഥനകളാണ് ആ നമസ്കാരത്തിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, നീ പ്രാർത്ഥിക്ക്, എന്നോട് ആവശ്യപ്പെട്, അത് ഞാൻ നിനക്ക് ഉത്തരം നൽകാം. നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നൽകാം. നിനക്ക് പാപമോചനമാണോ വേണ്ടത്, ഞാനത് നൽകാം. നിനക്ക് ഈ റിസ്ഖാണോ വേണ്ടത്, അത് ഞാൻ നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിനെ അവഗണനയോടെയല്ല കാണേണ്ടത്, മറിച്ച് വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ രക്ഷിതാവ്, എൻ്റെ സ്രഷ്ടാവ്, എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, കാരുണ്യവാനായ, പരമകാരുണ്യകനായ, എല്ലാം പൊറുക്കുന്നവനായ, എന്നോട് ഏറ്റവും കൂടുതൽ അനുകമ്പയുള്ള ആ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയാണ് എന്നുള്ള ആ മനോഭാവത്തോടു കൂടി ഞാനൊന്ന് അവനോട് സംസാരിച്ച് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ട് വരാമെന്നുള്ള ആ മനോഭാവത്തോടു കൂടി നമ്മൾ നമ്മുടെ നമസ്കാരത്തെ സമീപിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം, ഒരു ശാന്തി, ഒരു ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതിനു വേണ്ടിയാവണം നമ്മുടെ പരിശ്രമങ്ങൾ എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. രണ്ടാമതായിക്കൊണ്ട് അവർ സഖറിൽ, ആ നരകാവകാശികളായ ആളുകൾ അവരെ സഖറിൽ, ആ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാനുള്ള കാരണമായിക്കൊണ്ട് അവർ പറയുന്ന രണ്ടാമത്തെ കാരണം വലം നകുനു തുഇമുൽ മിസ്കീൻ. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ അയൽവാസികൾക്കിടയിൽ, ഞങ്ങളുടെ പരിചയക്കാർക്കിടയിൽ ഒരുപാട് മിസ്കീനുകളായിട്ടുള്ള, ദരിദ്രരായിട്ടുള്ള, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മല്ലിടുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിരുന്നു. ആ ആളുകൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന രൂപത്തിൽ അവനെ സഹായിക്കാമായിരുന്നു. എനിക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്. എൻ്റെ സമ്പത്ത് അതിന് ചെലവഴിക്കാൻ പര്യാപ്തമല്ലായിരുന്നിട്ട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കാൻ നല്ലൊരു ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല, നല്ല ആരോഗ്യത്തോടെയുള്ള ഒരു ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകി. എനിക്ക് ആയുസ് നൽകി, സമയം നൽകി, ഒരുപാട് കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകി.
എന്നാൽ ഞാൻ എൻ്റെ സമ്പത്ത് അവന് വേണ്ടി ഉപയോഗിച്ചില്ല. അവൻ്റെ ദാരിദ്ര്യം, അവൻ്റെ പ്രയാസം ഒന്ന് ദൂരീകരിക്കുന്നതിന് വേണ്ടി, ആ പ്രയാസപ്പെടുന്ന മനസ്സൊന്ന് കാണുന്നതിന് വേണ്ടി, അവൻ്റെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ ആ വിശപ്പ് നടക്കുന്നതിന് വേണ്ടി, അവൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമ്പത്ത് നൽകിയപ്പോൾ ആ സമ്പത്ത് ഞാൻ അതിനു വേണ്ടി ചെലവഴിച്ചില്ല. എൻ്റെ ആരോഗ്യം അവന് വേണ്ടി ഒരു നിമിഷം ഞാൻ ആവശ്യപ്പെട്ടാൽ അവൻ്റെ ദാരിദ്ര്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. ഞാനൊന്ന് ചോദിച്ചാൽ, ഞാനൊന്ന് ചെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അവൻ്റെ ദാരിദ്ര്യം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലി നൽകാൻ ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി, സമ്പത്ത് നൽകുന്നതിന് വേണ്ടി ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എനിക്ക് സാധിക്കുമായിരുന്നിട്ടും ഞാൻ അത് അവഗണിച്ചുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തി അവന് യാതൊരു പരിഗണനയും നൽകാതെ, അവൻ്റെ വിശപ്പിനെ മാനിക്കാതെ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചില്ല. ആ ശ്രമമില്ലാത്തത് കൊണ്ടാണ്, അവനെ മാനിക്കാത്തത് കൊണ്ടാണ്, അവൻ്റെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ സക്കറിൽ കിടന്നെരിയുന്നത് എന്ന് അവർ പറയുമ്പോൾ, പ്രിയപ്പെട്ട വിശ്വാസിനികളെ, നമ്മൾ ഓർക്കേണ്ടുന്ന ഏറ്റവും വലിയ സത്യമുണ്ട്. ഈ മതം എന്ന് പറയുന്നത്, ഈ ഇസ്ലാം എന്ന് പറയുന്നത്, പ്രകൃതിദത്തമായ പരിഭാവനമായ ഈ ഇസ്ലാം മതം, ഇതിൻ്റെ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സംവിധാനങ്ങളുള്ള ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി സകാത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിർബന്ധമാക്കി. അതുപോലെ തന്നെ സ്വതക്കകൾ നൽകിക്കൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആലയും അവൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് ആവശ്യപ്പെട്ടു. അങ്ങനെയുള്ള ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. നമ്മുടെ മുന്നിലേക്ക് ഒരു ആവശ്യവുമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന ഓരോ ആളുകൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല, അല്ലെങ്കിൽ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പ്രയാസങ്ങളെ മനസ്സിലാക്കാതെ, അവൻ്റെ ദാരിദ്ര്യത്തെ മനസ്സിലാക്കാതെ, അവൻ്റെ ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കാതെ നമ്മൾ അവനെ അവഗണിക്കുകയാണ് എങ്കിൽ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് നാളെ പരലോകത്ത് ഈ സക്കറിൽ കടന്നു എരിയുന്ന ആളുകളുടെ കൂട്ടത്തിലാവും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരാറുണ്ട്. നമ്മൾ ബസ്സിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനിലൊക്കെ ബസ് നിർത്തുമ്പോൾ അവിടെ 5 മിനിറ്റോ 10 മിനിറ്റോ വെയിറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ ചെറിയ അല്ലാഹു സുബ്ഹാനഹു തആല ഹലാലാക്കിയ ചെറിയ സാധനങ്ങളുമായിക്കൊണ്ട്, ഉൽപ്പന്നങ്ങളുമായിക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. പപ്പടവും അതുപോലെ തന്നെ മിഠായികളും ഒക്കെ ആക്കിക്കൊണ്ട്, ചെറിയ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചില മനുഷ്യർ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാറുണ്ട്. 10 രൂപയോ 20 രൂപയോ ഒക്കെ മുടക്കിയാൽ മുടക്കുന്ന ആ പൈസ കൊണ്ട് നമുക്ക് ആ സാധനങ്ങൾ വാങ്ങാം. അവർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അവർക്ക് യാചിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. തങ്ങളുടെ ദാരിദ്ര്യം, തങ്ങളുടെ പ്രയാസം ആളുകളുടെ മുന്നിൽ പ്രകടിപ്പിക്കാതെ യാചിച്ചുകൊണ്ട് ആ പ്രയാസങ്ങളും പരിഭവങ്ങളും ഇല്ലാതാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഒരു ജോലി ചെയ്തുകൊണ്ട് തങ്ങളാൽ കഴിയുന്ന തങ്ങളുടെ ആരോഗ്യത്തിന് പര്യാപ്തമാവുന്ന രീതിയിൽ ജോലി ചെയ്തുകൊണ്ട് അവർ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നമുക്കൊരു 10 രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപയോ ഒരു 20 രൂപയോ എടുത്താൽ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അധികം ചെലവില്ലാതെ, വലിയ പൈസ ചെലവഴിക്കാതെ ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 20 രൂപയൊക്കെ നമുക്ക് മുടക്കിക്കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ, ഒരു നേരത്തെ അവരുടെ വിശപ്പൊന്ന് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. സാധിക്കുന്ന അങ്ങനെ ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇട്ടു തരുമ്പോൾ, ഇത് നാളെ പരലോകത്ത് എൻ്റെ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് ഇട്ടു തന്നതാണ് എന്നുള്ള ഒരു മനസ്സിലാക്കലുണ്ടല്ലോ, ഒരു തിരിച്ചറിവുണ്ടല്ലോ. ഇത് എനിക്ക് വേണ്ടി എൻ്റെ നാഥൻ എനിക്കൊരുക്കി തന്ന അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവിടെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ആ 10 രൂപ എടുത്തുകൊണ്ട്, നമുക്ക് ആവശ്യമുണ്ടാവില്ല എങ്കിൽ കൂടിയും ആ 10 രൂപയോ 20 രൂപയോ എടുത്തുകൊണ്ട് അവരെ ഒന്ന് സഹായിക്കുമ്പോൾ, അവൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമ്പോൾ, നാളെ പരലോകത്ത് നമ്മുടെ തട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തുകയും നമ്മെ അല്ലാഹു സുബ്ഹാനഹു തആല ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമസ്കാരക്കാർക്കാകുന്ന വൈലുല്ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞുകൊണ്ട്, നമസ്കാരക്കാർക്കാകുന്ന നാശം എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മാഊനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം പറയുന്നത് വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്നുള്ളതാണ്.
പാവപ്പെട്ട ആളുകളുടെ ഭക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കാത്തവർ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നാശക്കാരായ നമസ്കാരക്കാരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മാഊനിലൂടെ പറഞ്ഞത്. ഇവിടെ നമസ്കാരത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല അവർ നമസ്കരിച്ചിട്ട് സഖറിലേക്ക് എന്തിനാണ് വലിച്ചെറിയപ്പെട്ടത് എന്ന് ചോദിക്കുന്ന ആ സന്ദർഭത്തിൽ അവർ ഒന്നാമത്തെ കാരണം പറഞ്ഞ് നമസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത് അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ മിസ്കീനുകളായിട്ടുള്ള ഫക്കീറുകളായിട്ടുള്ള ആളുകളുടെ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല എന്നുള്ളതാണ്. നമ്മളും ആ വിഷയത്തിൽ നമ്മൾ തീരെ നല്ലൊരു മനോഭാവം പുലർത്തിയിട്ടില്ല എങ്കിൽ നമ്മളും ഈ നഷ്ടക്കാരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് കഴിയുന്ന വിധത്തിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഇത്തരത്തിലുള്ള സാധുക്കളായിട്ടുള്ള ഒരു നേരത്തെ വിശപ്പടക്കുന്നതിന് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവർക്ക് നമ്മളാൽ സാധിക്കുന്ന ഒരു 10 രൂപ ചെലവഴിച്ചാൽ പോലും അത് നമ്മെ വലിയൊരു സ്ഥാനത്തേക്ക്, നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് വലിയൊരു സ്ഥാനത്തിലേക്ക് നമ്മെ ആനയിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിലൊക്കെ നമ്മൾ ഭാഗവാക്കാവുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. റമദാൻ മാസമാണ് ഇനി കടന്നു വരാനുള്ളത്. ആ റമദാൻ മാസത്തിൽ ഇങ്ങനെയുള്ള സ്വാലിഹത്തായ അമലുകൾ ചെയ്തുകൊണ്ട് ചെറുത് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വലിയ വലിയ അമലുകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അമലുകൾ എന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ പരിവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അമലുകൾ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ റമദാനിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ പാപമോചനത്തിന് വേണ്ടി കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ആവശ്യപ്പെടുക. ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരും. അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അവൻ്റെ സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ അനുകമ്പയുള്ള, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്ന് പറയുന്നത്. നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ കൈയൊന്ന് ഉയർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഒന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ കുറ്റമേറ്റ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ എനിക്ക് പറ്റിപ്പോയി, ഞാൻ അറിയാതെ ചെയ്തതാണ്, ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല, അള്ളാഹുവേ നീ എനിക്ക് എൻ്റെ പാപങ്ങൾ ഓരോന്ന് പുറത്ത് മാപ്പാക്കി തരണമേ എന്ന് നമ്മളൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓരോന്ന് പുറത്തു തരുവാനും അതിലൂടെ നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും ഈ ഒരു പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏകപോം വഴി എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമതായിക്കൊണ്ട് അവർ എന്തിനാണ് ഞങ്ങൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് എന്നുള്ളതിൽ മൂന്നാമതായിക്കൊണ്ട് അവർ ഉത്തരം പറഞ്ഞത് വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, ഞങ്ങളിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു തആല നന്മ എന്തെന്ന് പഠിപ്പിക്കാൻ, തിന്മ എന്തെന്ന് പഠിപ്പിക്കാൻ ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു തആല അയച്ചിരുന്നു. ആ പ്രവാചകൻ മുഖേന ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർഗദർശനം ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിരുന്നു. എന്നാൽ ആ പ്രവാചകൻ്റെ പാത പിൻപറ്റിയവരുടെ പാത പിൻപറ്റാതെ സലഫുസ് സ്വാലിഹികളായ ആളുകളുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഞങ്ങൾ സമൂഹത്തിൽ ഖായിലീങ്ങളായിട്ടുള്ള തെമ്മാടികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ പിന്നാലെയായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അവർ ഖുർആനെതിരായിരുന്നു. അവർ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിന് നേർ വിപരീതം പ്രവർത്തിക്കുന്നവരായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ വിമർശിക്കുന്ന, അതിനെ അവഹേളിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു തആല വിലക്കിയതെന്താണോ അത് മാത്രം ചെയ്ത് ജീവിച്ചിരുന്ന ആ ആളുകളായിരുന്നു അവർ. ആ ആളുകളുടെ കൂടെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിൽ ഖായിലീങ്ങളായിട്ടുള്ള ഈ തെമ്മാടികളായിട്ടുള്ള ഈ ആളുകളുടെ കൂടെ ജീവിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഈ നരകത്തിൽ കിടക്കുന്നത് എന്ന് അവർ പറയുമ്പോൾ, പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആ ആളുകളുടെ ജോലികൾ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത്. നമ്മുടെ സോഷ്യൽ മീഡിയകൾ, നമ്മുടെ ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, നമ്മുടെ യൂട്യൂബുകൾ, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ, അതിൽ കാണുന്ന റീൽസുകൾ, അതിൽ കാണുന്ന പോസ്റ്റുകൾ, അതിൽ കാണുന്ന മറ്റ് വീഡിയോകൾ, ഇതെല്ലാം എന്താണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അള്ളാഹുവിനെ
അവഹേളിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ മാത്രം പുറപ്പെടുവിക്കുന്ന ഒരുപാട് ആളുകൾ ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സിലുണ്ട്. സമൂഹത്തിൽ മദ്യവും അതുപോലെ തന്നെ ലഹരിയും അതേപോലെ തന്നെ വ്യഭിചാരവും മാത്രം വ്യാപിപ്പിക്കുന്ന ഒരു സുസ്ഥിര സമൂഹത്തിന് പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ആളുകളെയാണ് നമ്മൾ ഫോളോവറായിക്കൊണ്ട് പിന്തുടരുന്നത് എങ്കിൽ, അവരുടെ വീഡിയോകളാണ് നമ്മൾ കാണുന്നത് എങ്കിൽ, സ്വാഭാവികമായിട്ടും ആ ആശയങ്ങൾ, അവർ പറയുന്ന ആശയങ്ങൾ നമ്മുടെ തലച്ചോറിൽ അത് സ്ഥാനം പിടിക്കുകയും നമ്മളും സ്വാഭാവികമായിക്കൊണ്ടും ആ ആളുകളുടെ കൂട്ടത്തിൽ, ആ ഹായിലീങ്ങളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ കാണുന്നത് എന്താണെന്നുള്ളത് ദൃഢമായ ബോധ്യം നമുക്ക് കൃത്യമായിട്ടുണ്ടാവണം. നമ്മൾ കേൾക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിലെ ശരിയും തെറ്റുകൾ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയുള്ളൂ. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് എന്ന് പറയുന്ന സമൂഹത്തിൽ മാന്യതയുടെ പട്ടം ചൂടിക്കൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ അവരെന്താണ് പ്രചരിപ്പിക്കുന്നത്, അവരുടെ അജണ്ടകൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കണം. പ്രവാചകനെയും ഇസ്ലാമിനെയും മാത്രം അവഹേളിക്കാൻ നടക്കുന്ന ഇത്തരം ആളുകളുടെ പിന്നാലെയല്ല നമ്മൾ ആരും സഞ്ചരിക്കേണ്ടത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ നമ്മിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകൻ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത്. ആ മാതൃക അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. എങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ വിജയികളാവുള്ളൂ. അത്തരത്തിലുള്ള പ്രവാചകന്റെ മാതൃക പിൻപറ്റുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ അജ്മഈൻ അമ്മാ ബഅദ്. നാളെ പരലോകത്ത് സ്വർഗാവകാശികളായ ആളുകളും അതുപോലെ തന്നെ നരകാവകാശികളായ ആളുകളും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭവും അതിനുശേഷമുള്ള അവർ തമ്മിലുള്ള സംഭാഷണവും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആ സംഭവത്തെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചു പോകുന്നുള്ളത്. നാലാമതായിക്കൊണ്ട് എന്ത് കാരണത്താലാണ് നിങ്ങൾ ഈ സഖറിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് നാലാമതായിക്കൊണ്ട് ആ നരകാവകാശികളായ ആളുകൾ പറഞ്ഞ മറുപടി വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഞങ്ങൾ ഈ ദിവസത്തെ, ഈ വിചാരണ ദിവസത്തെ ഞങ്ങൾ വ്യാജമാക്കിയിരുന്നു, കളവാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇനിയൊരു ലോകം വരാനുണ്ട്. ഈ മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതിനുശേഷം അള്ളാഹുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലുണ്ട്, കൂടിക്കാഴ്ചയുണ്ട്. അതിനുശേഷം നന്മ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുകയും അതിനുശേഷം സ്വർഗനരകങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ള ആ സത്യം ഞങ്ങൾ അതിനെ വ്യാജമാക്കിക്കൊണ്ട് ഇനിയൊരു അവസാനമില്ല, മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു, ഇനി എന്നും വരാനില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടുകയും ഞങ്ങൾ ഈ ഐഹിക ജീവിതം അത് മാത്രമാണ് ജീവിതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ജീവിതത്തിൻ്റെ സുഖലോലുപതയിൽ ഞങ്ങൾ മുഴുകുകയും ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്ന നാലാമത്തെ മറുപടി എന്ന് പറയുന്നത്. നമ്മളും ഈ പരലോകത്തെ, ഈ അന്ത്യദിനത്തെ, ഈ ഹിസാബിനെ, ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഈമാൻ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിലൊക്കെ നമ്മൾ അവിശ്വാസം കാണിക്കുകയാണ് എങ്കിൽ, ഇനിയൊരു ദിവസം വരാനില്ല എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ കഴിയുന്നത് എങ്കിൽ നമ്മുടെ അവസ്ഥയും ഇതുപോലെ തന്നെയായിരിക്കും. നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ കൃത്യമാക്കുക, അത് ഉറപ്പിക്കുക. ഇനിയൊരു ദിവസം വരാനുണ്ട്, അള്ളാഹുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലുണ്ട്. അവിടെ എൻ്റെ നാഥൻ എൻ്റെ കർമ്മങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ എനിക്ക് പരാജയപ്പെടാൻ പാടില്ല. അവിടെ എൻ്റെ ഓരോ കർമ്മങ്ങൾ അളന്നു നോക്കുമ്പോഴും അതിൽ എനിക്ക് സ്വർഗപ്രവേശനത്തിനുള്ള, ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള കർമ്മങ്ങളായിരിക്കണം എൻ്റെ അടുക്കൽ ഉണ്ടായിരിക്കേണ്ടത്. എൻ്റെ അടുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കോപത്തിനിരയാവുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൂടാ എന്നുള്ള ഒരു ദൃഢമായ ഒരു വിശ്വാസം, ദൃഢമായ ഒരു പ്രതിജ്ഞ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെല്ലാവരും വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പരലോകത്തെ വ്യാജമാക്കാതെ കൃത്യമായിട്ട് നമസ്കരിക്കുന്നവരായിക്കൊണ്ട്
ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പാതയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ നാളെ പരലോകത്ത് വിജയിക്കും. ആ വിജയത്തിലൂടെ നാളെ അള്ളാഹുവിൻ്റെ ആ മഹനീയമായ കാരുണ്യമായ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത നമ്മൾ ഒരു മനുഷ്യന് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ആ സ്വർഗത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കപ്പെടും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും. അതുകൊണ്ട് അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസിനികളായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും ആ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ അയൽവാസികളെയും ബന്ധുമിത്രാദികളെയും മറ്റു മുസ്ലിം സഹോദരന്മാരെയും എല്ലാവരെയും അവിടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തുകൊണ്ട് ഞങ്ങളെല്ലാവരെയും നിൻ്റെ മഹനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, മാതാപിതാക്കൾ, സഹോദരന്മാർ, മറ്റ് മുസ്ലിം സഹോദരന്മാർ, അവരുടെ എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അല്ലാഹുവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാരുണ്ട് നാഥ. മുസ്ലിം ആയതിൻ്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്ന, മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് നാഥ. അവിടെ എല്ലാം പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. അവർക്കും ഞങ്ങൾക്കും ഒരു സമാധാനത്തോടെയുള്ള, ശാന്തിയോടെയുള്ള ഒരു ജീവിതം, സുരക്ഷിതത്തോടെയുള്ള, നിർഭയത്വത്തോടെയുള്ള ജീവിതം നീ പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് وأحيانا منهم والأموات ومجيب الدعوة يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين رحمتك يا أرحم الراحمين.